ഹലോ ഫ്രണ്ട്സ്, ഇന്നിവിടെ വെള്ളിയാഴ്ചയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ എനിക്ക് പള്ളി പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ആഴ്ച എന്തായാലും പള്ളി കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് തപ്പി ഒരുവിധം നമ്മൾ പള്ളിയിലേക്ക് എത്തിയിരിക്കുകയായിരുന്നു. എൻ്റെ കോളേജിൽ നിന്ന് ഹാർഡ്ലി ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ഈ പള്ളിയിലേക്കുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഒരു ആർക്കിടെക്ചറൊക്കെ നോക്കിയേ, നല്ല ഭംഗിയില്ല കാണാൻ. നല്ല ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. പുറത്ത് ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ വർക്കെല്ലാം വളരെ നന്നായിട്ടുണ്ട്. ഈ പള്ളിയോട് ചേർന്ന് നല്ലൊരു സൂക്കും ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഇതങ്ങനെ ഞങ്ങൾ പള്ളിയുടെ അകത്തേക്ക് കയറുന്ന അവിടെ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി കാരക്കയും ഈത്തപ്പഴമൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ ഉളു എടുക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറുകയാണേ. ഇതായിരുന്നു ആ ഉളു എടുക്കേണ്ട ഏരിയ. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ ടോയ്ലറ്റ് വരുന്നുണ്ടായിരുന്നത്. ഇവിടെ ആയിരുന്നു നമുക്ക് ഒളു എടുക്കാനൊക്കെ ഉള്ള സ്ഥലം. നമുക്കിവിടെ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ നമുക്കവിടെ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം, അങ്ങനെ ഒളു എടുക്കുകയും ചെയ്യാം. നമ്മുടെ കൂടെ വന്ന എൻ്റെ ക്ലാസ്മേറ്റാണ് യാസിർ. അവനവിടെ ഒളു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രോപ്പറായിട്ട് അറിയില്ല നമ്മളെ ബാഗൊക്കെ എവിടെ വെക്കേണ്ടത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം ഉളുവൊക്കെ എടുത്ത് ഞങ്ങൾ അകത്ത് കയറി. ഇതായിരുന്നു കേട്ടോ പള്ളിയുടെ അകത്തളം. ഇത് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള പള്ളിയുടെ അകത്തെ ഒരു കാഴ്ച നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി പേരുണ്ടായിരുന്നു. അങ്ങനെ കുത്തുബ തുടങ്ങാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുവിധം കുത്തുബ തുടങ്ങാനായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇവിടെ അത്രയും ആൾക്കാരുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ പള്ളിയുടെ ഈ ഒരു താഴത്തെ ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും എല്ലാം ഫുൾ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ വൺ ഓഫ് ദ ലാർജസ്റ്റ് മോസ്ക് ഒരു പക്ഷേ ഇതായിരിക്കും ഡബ്ലിനിലെ. സെക്യൂരിറ്റി ഗാർഡ്സൊക്കെ ഒരുവിധം ആൾക്കാരെല്ലാം അതിൻ്റെ ഒരു ഏരിയയിലേക്ക് കറക്റ്റ് ചെയ്ത് നിർത്തുമായിരുന്നു. നമ്മുടെ ഖത്തീബ് ഇപ്പോൾ മെമ്പറിലേക്ക് കയറും. അങ്ങനെ ബാങ്ക് വിളിച്ചു. അങ്ങനെ ഉസ്താദ് ഖുതുബ ചൊല്ലാൻ വേണ്ടിയിട്ട് മെമ്പറിൽ കയറിയിട്ടുണ്ടായിരുന്നു. എനിക്കുണ്ടായിരുന്നൊരു ഡൗട്ടായിരുന്നു, ഇവിടുത്തെ ഒരു ഖുതുബ എങ്ങനെയായിരിക്കും കാര്യങ്ങളൊക്കെ. ഒരു റീജിയണൽ ലാംഗ്വേജിലുള്ള ഖുതുബ ആയിരിക്കുമോ അറബിക് ഖുതുബ ആയിരിക്കുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു എനിക്ക് വരുന്നതിന് മുന്നേ. ഇവിടുത്തെ നമ്മുടെ ആദ്യത്തെ ഖുതുബ ആദ്യം അവർ അറബിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് അതിൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷിലേക്ക്. പിന്നെ രണ്ടാമത്തെ ഖുതുബ സാധാ പോലെ അറബി തന്നെ ആയിരുന്നു. പിന്നെ അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഓരോരുത്തരായിട്ട് പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാനും ഇറങ്ങി. വരുന്ന വഴിക്ക് എനിക്ക് കുറച്ച് ഈത്തപ്പഴവും കാരക്കൊക്കെ അവിടെ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പള്ളിയിൽ നിന്ന് മെല്ലെ ഇറങ്ങി ഞാൻ എൻ്റെ റൂമിലേക്ക് പോകാൻ വേണ്ടി ബസ് കാത്തിക്കുന്ന സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിലുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ലാൻ ബ്രാസിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോപ്പിലേക്ക് ഞാൻ പോകുന്ന ഒരു വഴിയാണിത്. ഇതൊരു സത്യം പറഞ്ഞാൽ ഒരു 2 മെയിൻ റോഡുകൾ തമ്മിലുള്ളൊരു ഇടവഴിയാണ്. അങ്ങനെ അൽഹംദുലില്ലാ, അങ്ങനെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണേ. ഓക്കെ, ബൈ.